ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് സകലരെയും ദൈവം സഹായിക്കട്ടെ. 45-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 45:11. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. 45-ാം സങ്കീർത്തനം സാധാരണ കല്യാണങ്ങളിൽ വായിച്ചു കേൾക്കുന്ന കല്യാണ സങ്കീർത്തനമെന്നാണ് അറിയപ്പെടുന്നത്. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വധുവിന് ഒരു നാഥനെ കിട്ടുന്ന ദിവസമാണ് കല്യാണ ദിവസം. തൻ്റെ അടുക്കൽ നിൽക്കുന്ന മണവാളനെ നാഥനെന്നാണ് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതൃഭവനത്തെയും സ്വജനത്തെയും വിട്ട് ജീവിതയാത്രയിൽ അടുത്തൊന്നിലേക്ക് കാലുവയ്ക്കുന്നതിന് വേണ്ടി തുടങ്ങുമ്പോൾ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇന്ന് മുതൽ നീ നാഥനില്ലാത്തവളല്ല, നിനക്ക് ഒരു നാഥൻ ലഭിക്കുകയാണ്. ജീവിതത്തിൽ പിതൃഭവനത്തെയും സ്വജനത്തെയും വിശ്വാസത്തിൻ്റെ പേരിൽ ത്യജിക്കേണ്ടി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാവിലെ തിരിച്ചറിയണം, യേശു നമ്മുടെ നാഥനായി മാറുകയാണ്. സഭയാം കാന്തയോട് പറയുകയാണ്, നിനക്കൊരു നാഥനുണ്ട്. സാധാരണ വീടുകളിൽ അപ്പനാണ് ആ വീടിൻ്റെ നാഥനെന്ന് പറയുന്നത്. എന്നാൽ ഒരു പെൺകുഞ്ഞ് കല്യാണം കഴിച്ച് പോകുവാനായി തുടങ്ങുമ്പോൾ അപ്പൻ കരം പിടിച്ച് ആ യുവാവിൻ്റെ കരങ്ങളിലേക്ക് ആ യുവതിയെ ഏൽപ്പിക്കും. എന്തിനാണെന്നറിയാമോ? ഈ യുവാവ് അവളുടെ നാഥനായി മാറുകയാണ്. സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ടാൽ നിനക്കൊരു നാഥനെ ലഭിക്കും. സഭയാം കാന്തയോട് പറയുകയാണ്, കാന്തേ, നിന്റെ നാഥൻ യേശുവാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, രക്ഷിക്കപ്പെട്ട സകലർക്കും സന്തോഷിക്കുവാൻ വകയുണ്ട്. നമുക്കൊരു നാഥനുണ്ട്. ആമേൻ. ആ പദം കേൾക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിനകത്ത് ആശ്വാസം ലഭിക്കണം. യേശു നമ്മുടെ നാഥനായി മാറിയാൽ എന്താ പ്രത്യേകത? നിങ്ങൾക്കറിയാമോ? ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിനകത്ത് പത്രോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. ലൂക്കോസ് 5:5 പറയുന്നു, അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഗനേസരത്ത് തടാകത്തിന്റെ കരയിൽ ഒഴിഞ്ഞ വലയും ശൂന്യമായ പടകുമായി നിൽക്കുമ്പോൾ പത്രോസിന്റെ പടകിലേക്ക് യേശു കാലെടുത്ത് വെച്ച് കയറുവാനിടയായി തീർന്നു. യേശു പത്രോസിന്റെ നാഥനായി മാറി. അതുകൊണ്ടാണ് 5-ാം വാക്യത്തിനകത്ത് യേശുവേ എന്നോ ദൈവമേ എന്നോ കർത്താവേ എന്നോ അല്ല പത്രോസ് അഭിസംബോധന ചെയ്യുന്നത്, നാഥ എന്നാണ് വിളിക്കുന്നത്. ആമേൻ. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, യേശു പത്രോസിന്റെ നാഥനായി മാറിയപ്പോൾ. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ ഈ നാഥനായി മാറിയ യേശുവിൻ്റെ വാക്കുകളെ പത്രോസ് അനുസരിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, യേശുവിൻ്റെ വാക്ക് ആരനുസരിക്കാൻ തുടങ്ങിയാലും
ദൈവത്തിൻ്റെ വചനമാര് പ്രമാണിക്കാൻ തുടങ്ങിയാലും അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകരുത്. സ്നാനപ്പെടാൻ, കൂട്ടായ്മ ആചരിക്കാൻ, കർത്തൃമേശയിൽ പങ്കാളികളാകുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവ വചനം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ വാക്കുകളെ ആരനുസരിച്ചാലും അതിൻ്റെ പിന്നിൽ വിടുതലുകളും നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. അപ്പോൾ യേശുവിനെ നാഥ എന്ന് വിളിച്ചിട്ട് പത്രോസ് പോകുകയല്ല ചെയ്തത്. യേശുവിൻ്റെ വാക്കുകളെ പത്രോസ് അനുസരിക്കുവാനിടയായി തീർന്നു. ഒന്നുമില്ലാതിരിക്കുന്നൊരു സമയം, അധ്വാനിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയം, ആ സമയത്ത് പോലും യേശുവിൻ്റെ വാക്കിനെ അനുസരിക്കുവാൻ പത്രോസ് തയ്യാറായി. എന്താ കാരണം? യേശു പത്രോസിന്റെ നാഥനായി മാറിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ യേശുവിനെ നാം നാഥനായി ഏറ്റെടുത്താൽ അവന്റെ വാക്കുകളെ മരണപര്യന്തം അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. പ്രിയരെ, യേശുവിൻ്റെ വാക്കുകളെ അനുസരിക്കുവാൻ തുടങ്ങിയപ്പോൾ ശൂന്യമായി കിടന്ന പടകും ഒഴിഞ്ഞു കിടന്ന വലയും നിറയാനിടയായി തീർന്നു. ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ വചനമനുസരിക്കാൻ തുടങ്ങിയാൽ, യേശുവിൻ്റെ വാക്ക് നാം അനുസരിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ടും ഒരു നിറവ് ജീവിതത്തിൽ വെളിപ്പെടുവാനായി തുടങ്ങും. ഈ വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു, യേശു പത്രോസിന്റെ ജീവിതത്തിന്റെ നാഥനായി മാറിയപ്പോൾ അവിടുത്തെ ശൂന്യതകൾ മാറി നിറവ് വെളിപ്പെടുവാനിടയായി തീർന്നു. 45-ാം സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, സഭയെ, പ്രാർത്ഥിക്കുന്നവരെ, നിനക്കൊരു നാഥനുണ്ട്. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ ഒരു കടൽ യാത്രയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 24-ാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്ന്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. പടകിനകത്തേക്ക് വെള്ളം കയറുവാനായി തുടങ്ങി. വലിയ കാറ്റടിച്ചു, തിരമാലകൾ ഇളകി, അസ്വസ്ഥമായ അന്തരീക്ഷം. ചെയ്യാൻ പറ്റുന്നത് മുഴുവനും അവർ ചെയ്തു. പരാജയപ്പെടുമ്പോൾ അവരുടെ പടകിനകത്തുണ്ടായിരുന്ന നാഥനെ തട്ടി ഉണർത്തുവാനിടയായി തീർന്നു. പ്രിയരെ, യേശുവിന് അവസരം കൊടുത്താൽ, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, യേശുവിൻ്റെ അടുക്കലേക്ക് നാം ചെല്ലാൻ തുടങ്ങിയാൽ, ആമേൻ, നിശ്ചയമായിട്ടും ഈ യാത്ര സഫലമാകുക തന്നെ ചെയ്യും. ആമേൻ. ഭയാനകമായ അന്തരീക്ഷത്തിൽ അവരുടെ നാഥൻ ഉണരുകയാണ്. എപ്പോഴാ? പ്രാണഭയത്തിലായപ്പോൾ കാറ്റിനെ ശാസിച്ചു, കടലടങ്ങി, തിരമാലകൾ ഒതുങ്ങപ്പെടാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നാഥനുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഒന്ന്, യേശു പത്രോസിന്റെ നാഥനായി മാറിയപ്പോൾ വലിയൊരു നിറവ് അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ലൂക്കോസ് സുവിശേഷത്തിന്റെ അകത്ത് ഒരു നാഥൻ അവർക്കുണ്ടായിരുന്നത് കൊണ്ട് കാറ്റമർന്നു, വെള്ളത്തിന്റെ കോപം നിന്നു, വലിയ ശാന്തതയുണ്ടായി. ഈ പ്രഭാതത്തിൽ യേശു നമ്മുടെ നാഥനായി വെളിപ്പെടട്ടെ. 45-ാം സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവൻ നിന്റെ നാഥനല്ലോ. ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക, നമ്മൾ അനാഥരല്ല, നമുക്കൊരു നാഥനുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി, നാഥനില്ലാത്തവരായി വിടുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന
ഭയാനകമായ പ്രതിസന്ധികളുടെ നടുവിൽ നീക്കുപോക്ക് നൽകി തരുവാൻ, മറുപടി നൽകുവാൻ നമ്മുടെ നാഥൻ മതിയായവനാണ്. ഒരുപക്ഷെ പിതൃഭവനത്തെയും പാരമ്പര്യമൊക്കെ വിട്ടിറങ്ങിയവരായിരിക്കാം നിങ്ങൾ. പ്രതിസന്ധികളുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ നാഥന്റെ വാക്കുകൾ അനുസരിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരും. പ്രാർത്ഥിക്കാം ദൈവത്തോട്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിലും ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. ഈ ദിവസം അനുഗ്രഹത്തിന്, നന്മയ്ക്ക്, സന്തോഷത്തിന് കാരണമാകും. ദൈവകൃപ ഓരോരുത്തരോടും കൂടെ ഇരിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.